ഡോക്ടർ ആരിഫ് ഹുസൈൻ NIA-യുടെ സ്പെഷ്യൽ ജഡ്ജിന് മുൻപാകെയാണ് PFI കേസുമായി ബന്ധപ്പെട്ട് NIA റിപ്പോർട്ട് സമർപ്പിച്ചത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഇത്രയും നാൾ PFI നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അക്കമിട്ട് വിവരിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതോടൊപ്പം വിദേശ ഫണ്ടിംഗ്, ISI റിക്രൂട്ട്മെന്റ്, അവരുടെ കേഡർമാരെ സിറിയയിലടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് പരിശീലനം നേടൽ, ആയുധ കടത്ത്, ആയുധം ശേഖരിക്കൽ, ഇങ്ങനെ നിരവധി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭീകരവാദം വളർത്തുക. രാജ്യത്തിന് അപകടകരമായ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പാക് യുദ്ധം, അങ്ങനെ സംഘർഷം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തെക്കേ ഇന്ത്യ പിടിച്ചെടുക്കുക എന്നുള്ള കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഭൂപടം വരെ തയ്യാറാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായ ഇടപെടലും നിരീക്ഷണവും നടത്തുന്നു, റെയ്ഡുകൾ നടത്തുന്നു. 2022 സെപ്റ്റംബറിൽ PFI നിരോധിക്കുന്നു. തുടർന്ന് പിടിയിലാകുന്ന നേതാക്കളുടെ കസ്റ്റഡി കാലാവധി, നേതാക്കൾ ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ആ 20 തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ NIA റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇത്രയും വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കെയാണ് അത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനമൊന്നും PFI ചെയ്തിട്ടില്ല. ഇത് RSS എന്ന വർഗീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ NIA എന്ന കേന്ദ്ര ഏജൻസി ആരോപിക്കുന്നതാണ്. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ആർക്കും പടച്ചുവിടാം എന്നുള്ള തരത്തിൽ മറുഭാഗം വാദിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, പ്രതിരോധിക്കുന്നത്? നമസ്കാരം. ആ ഒരു ആർഗ്യുമെന്റ് വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് ആര് തന്നെ ആയാലും പറയുന്ന ആളുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഇതിനെക്കുറിച്ചുള്ള അവരുടെ അജ്ഞത, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതറിഞ്ഞാലും ഇതിനെ അംഗീകരിക്കാൻ ഉള്ളൊരു മടി, അല്ലെങ്കിൽ ഇത് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത. ഇതാണ് ഇതിൽ രണ്ട് പ്രധാന കാരണമായിട്ട് വരിക. അല്ലാതെ ഇത് മനഃപൂർവ്വം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ഒളിപ്പിക്കാൻ വേണ്ടി വിചാരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇന്ന് ആ പണിയുമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവർക്ക് ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇതിനെ നിഷേധിക്കേണ്ട കാര്യമോ അതല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് അവർ വളരെ വൃത്തിക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പോപ്പുലർ ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള സംഘടനകളായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അജ്ഞത ഇതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് അവരുടെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ വിഷൻ 2047 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്. അതിനകത്ത് പേജ് നമ്പർ 7 അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം അവരെഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ഇതാണ്, എക്സ്റ്റേണൽ ഹെൽപ്പ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ, ഇൻ ദ സിനാരിയോ ഓഫ് ഫുൾ ഫ്ലെഡ്ജ് ഷോ ഡൗൺ വിത്ത് ദ സ്റ്റേറ്റ്, അപ്പാർട്ട് ഫ്രം റിലൈയിങ് ഓൺ അവർ ട്രെയിൻഡ് physical education cadres, we would need help from friendly Islamic countries. In the last few years, PFI has developed friendly relationship with Turkey, a flag bearer of Islam. Efforts are on to cultivate reliable friendship in some other Islamic countries. ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഇവർക്കൊരു സംശയമില്ല, ഇവർക്ക് അങ്ങനെ ഒരു ആശങ്കയോ ഇത് സംഘികളുടെ പടപ്പാണെന്നോ ഇതൊന്നും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്കില്ലല്ലോ. അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ അവരുടെ അണികൾക്ക് കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾക്ക് ധാരണ വരിക, ഇത് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഇവരുടെ പേരിൽ ആരോപിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളൊരു ധ്വനി ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇതേതോ ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ടാക്കിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു വഴി എന്ന് പറയുന്നത്. അതുകൂടെ നടക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൃത്യമായിട്ടൊരു തെളിവായിട്ട് കോടതിയിൽ സ്വീകരിക്കുകയും ഡൽഹി ഹൈക്കോർട്ട് അടക്കം ഈ ഒരു ഡോക്യുമെന്റിന്റെ തന്നെ പശ്ചാത്തലം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്ക് അവരുടെ ജാമ്യാപേക്ഷ നിഷേധിക്കുന്നതിന് പോലും അവർ എടുത്ത് ഉന്നയിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഈ പറയുന്ന സാധനം. കോടതികൾ വരെ നോട്ട് ചെയ്ത് അവരുടെ തെളിവായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സാധനം. ഇതിനെയാണ് നമ്മളിവിടെ എടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് എത്രമാത്രം ഗൗരവത്തിൽ ഇവിടെയുള്ള ആളുകൾ ഇതിനെ സമീപിച്ചിട്ടുണ്ട്, ഈ വിഷയത്തെ എത്രമാത്രം ഇതിനെ പഠിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അത് തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് അജ്ഞതയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം അത് തന്നെയാണ്. ഇനി അജ്ഞത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇത് പറയേണ്ട ആളുകൾ പറയുന്നില്ല. ഇത് എത്ര ആളുകൾ ഇവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യും? ഇപ്പോൾ ജനം TV ഇത് ചർച്ച ചെയ്യുന്നു, മറ്റെത്ര ചാനലുകൾ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരും? ആരും വരുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങൾ
പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അത് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നതായാലും അതല്ലെങ്കിൽ പരസ്യ വരുമാനത്തെ ബാധിക്കുന്നതായാലും അങ്ങനെ പല പല രീതിയിൽ അത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നു എന്നതിൻ്റെ പേരിൽ ഇവരിതിനെക്കുറിച്ച് മിണ്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു, ഇത് ആരാണ് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക? ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ മുഴുവൻ സംഖ്യയും പറയാത്ത ആളുകൾ മുഴുവൻ ഇതിൻ്റെ ഇരകളുമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ പിന്നെ ആര് ഇതിനെക്കുറിച്ച് പറയും? ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ സംഗതി ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇത് പറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉണ്ട്. ഈ സംഗതി പോപ്പുലർ ഫ്രണ്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതാണോ? അല്ല. അതാണ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളിപ്പോൾ ഈ സംഗതി ഇവിടെ പറയുമ്പോൾ രണ്ട് കാര്യമാണ് ഇതിൽ നമുക്ക് കാണുന്നത്. ഒന്ന്, ഈ എക്സ്റ്റേണൽ ഹെൽപ്പ്, രാജ്യങ്ങളുടെ സഹായം എന്ന് പറയുന്നത് ഒരു വശത്തും, രണ്ട്, ഇവർ മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം. ഈ ലക്ഷ്യം 1991 ദ എക്സ്പ്ലനറ്ററി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് എഴുതി പബ്ലിഷ് ഇൻ ദ സെൻസ് അവർക്ക് ഇന്റേണലി സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ഇതും കണ്ടെത്തുന്നത് പിന്നീടാണ്. ഇതും ഒരു രഹസ്യ ഡോക്യുമെന്റ് ആയിട്ട് അവർ കൈമാറി വന്നിരുന്ന ഒരു സാധനം. ഇത് മറ്റൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തുന്നതും ഇത് മനസ്സിലാക്കുകയും അതും അവിടെ കോടതിയിൽ US അത് തെളിവായിട്ട് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മുസ്ലിം ബ്രദർഹുഡിന്റെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നു. അതിനകത്ത് അവർ തന്നെ ഉപയോഗിക്കുന്ന വാക്കെന്താ? സിവിലൈസേഷണൽ ജിഹാദ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു അകത്ത് നിന്നുകൊണ്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതിനകത്ത് ആളുകൾ കുത്തിത്തിരികൊണ്ട് ആ സംഗതികളെ അവരുടേതാക്കി മാറ്റിക്കൊണ്ട് അകത്ത് നിന്നുകൊണ്ട് അതിനെ നശിപ്പിക്കുക എന്നത് കൃത്യമായിട്ട് അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് അവർ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഇത്. നമ്മളിവിടെ ലവ് ജിഹാദ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പ്രശ്നമാണല്ലോ, പക്ഷെ അവർ തന്നെ അതിന് ഉപയോഗിക്കുന്ന വാക്ക് സിവിലൈസേഷണൽ ജിഹാദ് എന്നാണ്. ആ സാധനം അത് തന്നെയാണ് അവരും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഈ സംഗതിയുടെ ഒരു ഇന്ത്യൻ പതിപ്പാണ് ഇതെന്ന് പറയുമ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എവിടെയാണ് അത് കടന്നു വരുന്നത്? അത് നമ്മൾ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ എക്സ്റ്റേണൽ ഹെൽപ്പ് അധികം പുറത്തേക്ക് ആരും പറയാറില്ല. ഇവരെല്ലാവരും തന്നെ സമാധാനപരമായിട്ട് അകത്ത് നിന്നുകൊണ്ട് ബുള്ളറ്റ്സിന് പകരം ബാലറ്റ് ആണ് എന്നുള്ളതാണ് ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ടായിരുന്നു ബുള്ളറ്റും വാളും ഒക്കെ, ഇന്ന് അതല്ല. ഇന്ന് വോട്ടാണ് ഇവരുടെ ജിഹാദിൻ്റെ ആയുധമെന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്നു, അവർ തന്നെ പ്രസംഗിച്ച് നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സംഗതി അങ്ങനെ ആയതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ അറിയാതെ ഈ നീലക്കുറുക്കൻ കൂകിപ്പോവും. അത് അങ്ങനെ കൂകിപ്പോയ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമയമായിരുന്നു നമ്മളുടെ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയത്തിൽ. അത് ഹിസ്ബുത്ത് തഹരീർ എന്ന് പറയുന്ന ഒരു സംഘടന, അത് UK അവരവിടെ ഒരു സാമൂഹിക സംഘടന എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്. അതിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, ഒരു GP ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, ആളുടെ പേര് ഒരു ഷൈബി എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. മുഴുവൻ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ആൾ ഇതേപോലെ രാവിലെ മുതൽ അസർബാങ്ക് കൊടുക്കുന്നവരെ ഡോക്ടറും അസർബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അസൽ തീവ്രവാദിയായിട്ട് മാറുന്ന ഒരു കാഴ്ച ഇതാണ് ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം വന്നപ്പോൾ ആൾ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ഇറങ്ങിത്തിരിക്കണം, ഇതിൽ ജിഹാദ് നമ്മൾ നടത്തണം എന്ന് പച്ചയ്ക്ക് പറയുകയും ഇത് റെക്കോർഡ് ചെയ്യുകയും നാട്ടുകാർ മുഴുവൻ കാണുന്ന അവസ്ഥ വന്നപ്പോഴാണ് UK ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കുന്നതും. അങ്ങനെ അതിനുശേഷം ഈ സംഘടനയെ അവിടുന്ന് പ്രോസ്ക്രൈബ് ചെയ്യുന്നു, തീവ്രവാദ സംഘടനയായിട്ട് അവിടെ ലിസ്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹത്തെ ഈ GP പദവിയിൽ നിന്നും അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ആളെ പിരിച്ചുവിടുന്നു, അങ്ങനെ പല പല നീക്കങ്ങൾ അവിടെ നടത്തുകയാണ്. അതുവരേക്കും ഇവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. 2010 മുതൽ ഇയാൾക്കെതിരെ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് 2024 ആണ് ഇതിനെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായത്. എപ്പോഴാണ് അത് വന്നത്, സാധിച്ചത്? ഇത് വായിൽ നിന്നും പുറത്തു വന്നപ്പോൾ ജിഹാദ് എന്നും മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ ഒന്നിക്കണമെന്നും നമുക്ക് ഒരുമിച്ച് സൈനിക ശക്തിയായിട്ട് ഈ പറയുന്ന ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണമെന്നുമുള്ള രീതിയിൽ പറഞ്ഞു വെച്ചപ്പോഴാണ് ഇത് പുറത്തേക്ക് ചാടിയത്. അപ്പോൾ ഇതിലെല്ലാം കാണുന്നത് ഒരേ പാറ്റേണാണ്. ഇസ്ലാമികവൽക്കരിക്കുക, ഇസ്ലാമിക രാജ്യങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഈ തീവ്രവാദ കൂട്ടങ്ങളുടെ, ഈ ജിഹാദി കൂട്ടങ്ങളുടെ സ്ഥിരം നമ്പറാണ്. അത് അതിൻ്റെ ഫോർമുലയിൽ ഉള്ളതാണ്. ഇത് തിരിച്ചറിയാത്ത ആളുകൾ, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ അവരുടെ വലയിൽ പോയി വീണ് കഴിയുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇരകളായിട്ട് മാറാൻ പോകുന്നത് മുസ്ലിങ്ങളാണ്. കാരണം ഈ ലോകത്തെ എല്ലാ വർഷവും ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 80% ഇത്തരത്തിലുള്ള അറ്റാക്സ് നടത്തുന്നത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. അതിൻ്റെ ഇരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ 8-9 ആളുകൾ കൊല്ലപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും മുസ്ലിങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ കാഫിറുകൾ പോലും വരുന്നുള്ളൂ എന്ന് വരുന്നിടത്ത് ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് സത്യത്തിൽ ഏറ്റവും കൂടുതൽ വ്യാകുലരാകേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. അത് പോലും സാധിക്കാത്ത രീതിയിൽ ഇത് അവരുടെ ഒരു പ്രധാന പ്രശ്നമായി മാറുന്ന ഒരു വിഷയത്തെ പോലും ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.